പത്തനംതിട്ട കൂടൽ മാങ്കോട് സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറി കുടിൽ കെട്ടി 18 കുടുംബങ്ങളാണ് കഴിഞ്ഞ രാത്രി കുടിൽ കെട്ടിയത്. ആദ്യം പ്രതികരണങ്ങളിലേക്ക്. 24 കിലോമീറ്റർ ഉൾവനത്തിൽ ഭൂമി നിന്നു വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയിൽ 2016 കേസ് വെച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഉഴമലക്കൽ ഭയങ്കര വന്യമൃഗങ്ങളുള്ള ഒരു കുന്ന്, അതിൻ്റെ അടിവാരത്തിൽ ഭൂമി കാണിച്ചു തന്നു. ഇടുക്കി പോകാൻ പറഞ്ഞു. ഇടുക്കി പോയി ചന്ദ്രമണ്ഡലത്തിൽ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കാറ്റ് വന്നപ്പോഴേ ഞാൻ മറിഞ്ഞു. നാളിതുവരെയും ഞങ്ങൾക്ക് അസുഖം കൃഷിയോഗ്യമായ ഭൂമി തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഭൂമി തരുന്നില്ല സാറേ. ഞങ്ങൾക്ക് ഭൂമി തന്നില്ല എങ്കിൽ ഇതിനകത്തിൽ കിടന്നു മരിക്കും. വേറെ ഭൂമിയായി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അളന്ന് ഞങ്ങളെ അതിനകത്തോട്ട് കൊണ്ടുപോകുമല്ലാതെ ഞങ്ങൾ ഈ ഭൂമി ഇന്ന് വിട്ടുമാറത്തില്ല. 2010 പട്ടയം കിട്ടി. നാളിതുവരെയും ചെങ്ങറ ഭൂസമരക്കാർക്ക് ഭൂമി കൊടുത്തിട്ടില്ല. അവിടെ ഇവിടെയായിട്ട് 583 കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട്. ബാക്കി 912 കുടുംബങ്ങൾക്ക് കൊടുക്കാനുണ്ടോ എന്ന് കേരള ഗവൺമെൻറ് കേരള ഹൈക്കോടതി ബോധിപ്പിച്ചിട്ടുള്ള 18 കുടുംബങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ താമസിക്കാൻ തന്നെയാണ് വീട് കിട്ടി. ഇനി മഴ വന്നാലും ഇതിൻ്റെ അകത്ത് നനഞ്ഞ് വേണം ഇരിക്കാൻ. മറച്ച് കെട്ടിയില്ലേലും ഈ മണ്ണിൽ കിടക്കും. സർക്കാർ ഒഴിപ്പിക്കാൻ നോക്കിച്ചാൽ ഞങ്ങൾ അതിനുള്ള മാർഗം ഞങ്ങൾ. കൂടുതൽ വിവരങ്ങൾ TS ഹരികൃഷ്ണ നൽകും. ഹരി, 2010 പട്ടയം കിട്ടിയ കുടുംബങ്ങളാണ്, പക്ഷെ അവരുടെ അവസ്ഥ ഇപ്പോഴും ഇതാണ്. ഇത് അധികൃതരുടെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല ഇതുവരെ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ 2010 ഇവർക്ക് പട്ടയം കിട്ടിയിട്ടും ഇതുവരെ ഇവർക്ക് താമസയോഗ്യമായ ഒരു സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ താമസിക്കുന്ന ആളുകളാണ് ഈ 18 കുടുംബങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് 2010 പട്ടയം കിട്ടി. പക്ഷേ ഈ പട്ടയം ഈ താമസയോഗ്യമല്ലാത്ത സ്ഥലമാണ് ഇവർക്ക് കിട്ടിയത് എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. അത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇവർക്ക് സ്ഥലം കിട്ടിയത്. പക്ഷെ അത് അവർക്ക് താമസയോഗ്യമല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ താമസിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ആവശ്യവും പരാതിയുമാണ് അവർ മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടന്നിരിക്കുന്നത്. ഇവരിപ്പോൾ അവിടെ പോലീസുകാരും ഒപ്പം തന്നെ റവന്യൂ വകുപ്പിലെയും ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ആളുകളുമായി, കുടുംബങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത് വന്നാലും അവിടെ നിന്ന് മാറില്ല എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അനുഭാവപൂർവ്വം അവരോട് സംസാരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള നടപടികൾ എന്തൊക്കെ സ്വീകരിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാനായിരിക്കും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസും ശ്രമിക്കുക.